Hi friends, today we are going to discuss a poem, Any Woman, written by Catherine Tynan. +2 വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഇംഗ്ലീഷിലെ സബ്ജക്റ്റാണ് ഈ പോം. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീകളെക്കുറിച്ചാണ്. സ്ത്രീകളുടെ ഫാമിലിയിലും സൊസൈറ്റിയിലുമുള്ള ഇമ്പോർട്ടൻസ്, എസ്പെഷ്യലി ആസ് എ മദർ. ഒരു അമ്മയ്ക്ക് എത്രമാത്രം ഒരു ഫാമിലിയിലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Catherine Tynan is an Irish writer known mainly for her novels and poetry. This poem begins with a set of questions. കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. The first question is, what is your concept of freedom? നിങ്ങളുടെ കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു പെർസെപ്ഷൻ ഉണ്ട് ഫ്രീഡത്തിനെ കുറിച്ച്, അല്ലേ? അതൊരു ജെൻഡർ ടു ജെൻഡർ വ്യത്യസ്തമായ കൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം അല്ല പുരുഷന്മാർക്ക് സൊസൈറ്റിയിലായാലും ഫാമിലിയിലായാലും. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടെ പെർസെപ്ഷൻ അനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ചുള്ള ഫ്രീഡമാണ് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത്, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, when does a person enjoy real freedom? എപ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥമായിട്ടുള്ള ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴായിരിക്കും ഒരാൾ നമ്മളെ പുറത്തുനിന്ന് ഒരു എക്സ്ട്രാ ഫോഴ്സ് ചെയ്തിട്ട്, നമ്മളെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ പല തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു എതിര് നിൽക്കുക, തടസ്സം നിൽക്കുമ്പോൾ ഒക്കെ നമ്മളൊന്ന് പ്രഷറൈസ്ഡ് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രീഡത്തിനെ ഒരു ചോദ്യം ചെയ്യാണ്. പക്ഷേ ഈ ഫ്രീഡം, നമ്മളുടെ എല്ലാ ഫ്രീഡം അനുസരിച്ച് നമുക്ക് സൊസൈറ്റിയിൽ എവിടെയും പോയിട്ട് പെരുമാറാനായിട്ട് സാധിക്കില്ല. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്കൂളിൽ ചില റെസ്ട്രിക്ഷൻസ് ആ മാനേജ്മെൻറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രീഡം നമ്മൾക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റില്ല. നമുക്ക് യൂണിഫോംസ്, ഹെയർ കട്ടിങ്, പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതേപോലെ ജോബ് ചെയ്യുന്ന സ്ഥലത്തായാലും ആ മാനേജ്മെൻറ്റ് കൽപ്പിക്കുന്ന ചില റൂൾസ് റെഗുലേഷന് നമ്മൾ വിധേയമാകണം. അപ്പോഴും നമ്മുടെ ഫ്രീഡം അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. അതല്ലാതെ പറ്റില്ല. കാരണം ഫ്രീഡം വളരെയധികം കൊടുത്താലും അതിനുള്ള വേറെ പ്രശ്നങ്ങളും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? ഈ സ്ത്രീകൾ യഥാർത്ഥത്തിലൊരു ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് പോം. കാരണം സ്ത്രീകൾക്ക് ചെറുപ്പം മുതലേ പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രീഡാണ്. അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ചെയിൻ ഓഫ് റെസ്ട്രിക്ഷൻസ് ആണ്. ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, 6 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തണം, ഇന്നിന്ന ജോബുകൾ ചെയ്യാൻ പാടില്ല, ഇന്നിന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല. അവർക്ക് ഒരുപാട് സൊസൈറ്റിയും ഫാമിലിയും ചെറുപ്പത്തിലേ കൊടുത്തിട്ടുള്ള ആ ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻ്റെ ഒരു വലയുണ്ട്. അതിനുള്ളിലാണ് ഇവർ അകപ്പെട്ട് നിൽക്കുന്നത്. ഇവർക്ക് അത്തരത്തിലുള്ളത് ജീവിച്ചു പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ള റിയാലിറ്റി ഉണ്ട്. The fourth question is, women support a family, but are they really supported by the family? ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫാമിലിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത്, ഫാമിലിനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി ഈ അമ്മയാണ്. പക്ഷെ തിരിച്ചവർക്ക് അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ രീതിയിലെങ്കിലുമുള്ള ഒരു സ്പേസോ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും തന്നെ അവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കിട്ടുന്നുണ്ടോ എന്നുമാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ശരിയാണ്. നിങ്ങളുടെ വീട്ടിലെ അമ്മേനെ തന്നെ എടുത്തു നോക്കൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം സമയം സ്പെൻഡ് ചെയ്യും. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടക്കേടുകൾക്കൊന്നും അവർ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് അച്ഛനായിരിക്കാം. പക്ഷെ ഇമോഷണലി മെൻ്റലി ഒക്കെ ഒരു ഫാമിലിക്ക് സപ്പോർട്ട് കൊടുക്കുക, ഒരു നല്ലൊരു കെയർ കൊടുക്കുക, അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫാമിലിക്കകത്ത്. അത് ചെയ്യുന്നത് ഈ അമ്മയാണ്. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു മാന്യതയോ അല്ലെങ്കിൽ ഒരു സ്പേസോ ഒന്നും തന്നെ സത്യത്തിൽ പലപ്പോഴും അമ്മമാർക്ക് കിട്ടുന്നില്ലെന്ന് നമ്മൾ പേഴ്സണലി ചോദിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളൊരു വീടിനകത്ത് എടുത്താൽ അച്ഛൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിലും അച്ഛൻ സ്ട്രോങ് ബോഡി ആണെങ്കിലും മെൻ്റലി അത്ര അങ്ങോട്ട് ഈ ഒരു അമ്മയുടെ പോലെ സ്ട്രോങ് ആയിരിക്കില്ല. അവർക്കൊരു ഇച്ചിരി വീക്കാണ്. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഇഷ്യൂ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ അത്ര അങ്ങോട്ട് അവർ ബോൾഡായിരിക്കില്ല. പക്ഷെ ഒരു ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും മെൻ്റലിയും ഇമോഷണലി ഒക്കെ അവർ വളരെ സ്ട്രോങ് ആയിരിക്കും. ആ ഫാമിലീനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കൂടുതലും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡു വിമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ?
ഒരിക്കലുമില്ല. ഒരിക്കലും ഒരു സൊസൈറ്റിയിൽ പുരുഷന് തുല്യം സ്ത്രീക്ക് സ്ഥാനം ഇല്ല. നമ്മൾ വിമൻ എംപവർമെന്റ് ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും ഒരു റിയാലിറ്റിയിൽ വരുമ്പോൾ അങ്ങനെ ഒരിക്കലും ഇല്ല. ഈക്വൽ സ്റ്റാറ്റസ് എവിടെയാണ് കിട്ടുന്നത് അല്ലേ? പക്ഷെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ലോവ്ലി ആയിട്ട് കുറേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയാണ്ട് പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു വലിയ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും സ്ത്രീ ഒരു പിന്നോക്കം അല്ലെങ്കിൽ ഒരു പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന, പലതരത്തിലും അവർ മാനസിക ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ ഓഫീസിലായാലും ഫാമിലിയിലായാലും സൊസൈറ്റിയിലായാലും വ്യക്തി ജീവിതത്തിലായാലും കടന്നു പോകുന്നുണ്ട് എന്ന് ഓരോ സ്ത്രീയോടും ഓരോ അമ്മയോടും പേഴ്സണലി ചോദിച്ചാൽ ആ ഒരു റിസൾട്ട് ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിനി സ്റ്റാൻസ വൈസ് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റാൻസ: I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. I am the pillars of the house എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മെയിൻ ആയിട്ടുള്ളതാണ്. ആ ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ആണ് പില്ലർ. അപ്പോൾ പില്ലർ എന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്മയാണ്, സ്ത്രീയാണ്. അവരില്ല എന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് ഇല്ല അല്ലെങ്കിൽ ആ ഫാമിലി ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാനം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. കീ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർച്ച് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ കല്ലുണ്ടല്ലോ, അതിനെയാണ് ഈ കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ സെൻറ്ററിലെ കല്ല് മാറ്റിയാൽ ആ ബിൽഡിങ് തന്നെ പൊളിഞ്ഞു വീഴും. അപ്പോൾ ഏറ്റവും മെയിൻ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത് ആ സെൻറ്ററിലെ കല്ലാണ്. റോമൻ സാമ്രാജ്യത്തിലൊക്കെ ഇങ്ങനെ ആർച്ച് കൊണ്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അത് ആ ബിൽഡിങ്ങിന് ഏറ്റവും സ്ട്രോങ് കൊടുക്കാനാണ് ആർച്ച് പണിയുന്നത്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന സ്റ്റോൺ ആണ് കീ സ്റ്റോൺ. അത് ഇവിടെ നമ്മൾ കമ്പാരിസൺ കൊടുത്തിട്ടുള്ളത് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണ്, ആ ഫാമിലിയിലെ ഇമ്പോർട്ടൻസ് കാണിക്കാനായിട്ട്. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി. ഈ കീ സ്റ്റോൺ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും പൊളിഞ്ഞു വീഴും, അതിൻ്റെ റൂഫും വാളൊക്കെ തകരും. അതായത് ഒരു ഫാമിലിയിൽ ഒരു അമ്മ എന്നുള്ള സാന്ത്വനം, സ്നേഹം, കരുതൽ ഇതില്ല എങ്കിൽ ആ ഫാമിലി കൊളാപ്സ് ആകുമെന്നാണ് ഈ ലൈനിൽ പറയുന്നത്. ഇതിനകത്ത് പോയറ്റിക് ഡിവൈസ് മെറ്റഫർ ആണ്. ഐ ആം ദ പില്ലർ. ഞാൻ തന്നെയാണ് പില്ലർ എന്ന് പറയുന്നത്. അതായത് ഒരു പില്ലർ ഞാൻ തന്നെയാന്ന് പറഞ്ഞാൽ അത് മെറ്റഫറാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമിലിയും മെറ്റഫറും തമ്മിലുള്ള വ്യത്യാസം. സിമിലി എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക് ഒക്കെ വെച്ച് വരുന്ന ലൈനാണെങ്കിൽ അത് സിമിലിയാണ്. അതായത് ഒന്നിനോട് ഉപമിക്കുക, ഉപമയാണ് അവിടെ നടത്തുന്നത്, ഇതുപോലെ എന്ന് പറയുക. പക്ഷെ മെറ്റഫർ ഒരിക്കലും ഉപമയില്ല, അത് തന്നെയാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഇവിടെ ലൈക്ക് എന്ന് വന്നതുകൊണ്ട് അതിനെ ഒരു റോസിനോട് എൻ്റെ സ്നേഹത്തെ ഉപമിക്കുന്നു. അപ്പോൾ അത് സിമിലിയാണ്. മൈ ലവ് ഈസ് റെഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്നേഹം എന്നത് ഈ റെഡ് റോസ് തന്നെയാണെന്നാണ് പറയുന്നത്. അതാണ് മെറ്റഫർ. ഒന്ന് അത് തന്നെയാന്ന് പറഞ്ഞാൽ അത് മെറ്റഫറും, ലൈക്ക് പോലെ എന്ന് പറഞ്ഞാൽ അത് സിമിലിയുമാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് കടക്കാം. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, I am the heat that warms the earth, which else were colder than a stone. ഈ സ്റ്റാൻസയിൽ പറയുന്ന കാര്യങ്ങൾ ലൈൻ ബൈ ലൈൻ നോക്കാം. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. ഹെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് അല്ലെങ്കിൽ തീ കായുന്ന സ്ഥലം. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണാം, വീടിനകത്ത് തന്നെ തീ കായാനായിട്ട് ഇങ്ങനൊരു അടുപ്പ് പോലെ ഉണ്ടാക്കി അതിൽ എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക, അവർക്ക് ചൂട് കിട്ടാൻ. കാരണം എപ്പോഴും തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവർക്ക്. ഇവിടെ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ തീ, ഈ ഫാമിലിയിലെ തീ ഞാനാണ്, അല്ലെങ്കിൽ ചൂട് ഞാനാണ്. ഈ ഫാമിലി മെമ്പേഴ്സിനും മക്കൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചൂട് പകരുന്നു, സ്നേഹം പകരുന്നു, അത് ഞാനാണ് എന്ന്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൺ പോലെയാണ്, അതായത് പ്രകൃതിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് ഈ സൂര്യന്റെ പ്രകാശം ചൂട് തട്ടിയില്ല എന്ന് വെച്ചാൽ അതിന് നിലനിൽപ്പേ ഇല്ല, അല്ലേ? ഇതുപോലെ ഞാൻ എന്ന വ്യക്തി ഈ പ്രകാശമായിട്ട് ഈ ഫാമിലിയിൽ സാന്ത്വനമായിട്ടും സ്നേഹമായിട്ടും കറക്ഷൻസ് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തും എല്ലാ തരത്തിലും ഒരു ലൈറ്റായിട്ട് നിന്നില്ല എങ്കിൽ ഈ ഫാമിലിക്ക് നിലനിൽപ്പില്ല.
ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. ഈ ലൈനിൽ നമുക്ക് അമ്മ എന്ന വ്യക്തിയാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ ലൈറ്റ് പകരുന്നു, ഒരറിവ് പകരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം നല്ല രീതിയിൽ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഞാൻ എന്ന ഹീറ്റ്, ഞാനൊരു ഹീറ്റാന്നാണ് പറയുന്നത്. എന്ത് ഹീറ്റ്? സ്നേഹത്തിൻ്റെ, നന്മയുടെ ഒരു എന്താ പറയുക, വാമായിട്ടുള്ള ഒരു ഹീറ്റാണ്, നല്ലൊരു ചൂടാണ്. ഞാൻ ഈ എർത്തിനെ സൂര്യൻ കൊടുക്കുന്ന പോലെ ഞാൻ എൻ്റെ ഫാമിലിക്ക് ആ ഒരു നനുത്ത അല്ലെങ്കിൽ ആ ഒരു വാമായിട്ടുള്ള ഹീറ്റ് പകരുന്നു. സ്നേഹം, സ്വാന്തനം, നന്മ, കരുണ, കറക്ഷൻസ്, ഇതൊക്കെ ഒരു അമ്മയുടെ ഡ്യൂട്ടിയാണ്. അമ്മ അതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്നു. which else work harder than a stone. ഇതൊന്നുമല്ല അവിടെ ഉള്ളത്. അതായത് ഒരു അമ്മ ഇല്ല ആ ഫാമിലിയിൽ, അമ്മയുടെ ആബ്സെൻസിൽ എന്ത് സംഭവിക്കും? അതൊരു ഭൂമി ഒരു തണുത്തുറഞ്ഞ കല്ലായി പോകും ഒരു സൂര്യൻ പ്രകാശിച്ചില്ലെങ്കിൽ, സൂര്യന്റെ വെളിച്ചം തട്ടിയില്ലെങ്കിൽ. അതുപോലെ ഒരു ഫാമിലിയിൽ അമ്മ എന്ന ഒരു വലിയ സൂര്യ വെളിച്ചം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കല്ല് തണുത്തുറഞ്ഞ ഫാമിലി ആകെ നിർജീവമാകും. അതായത് ഒരു ആക്റ്റീവ് ആവില്ല. സ്നേഹം എന്നതുകൊണ്ടും നന്മ എന്നതുകൊണ്ടും വഴി തെളിയിക്കുക എന്നുള്ളത് കൊണ്ടുമൊക്കെ ആ ഒരു പ്രസൻസ് ഇല്ല എങ്കിൽ ഒരിക്കലും അത് നല്ല രീതിയിൽ പോകില്ല. തണുത്തുറഞ്ഞ കല്ല് പോലെ ഒരു നിർജീവമായി പോകും ആ ഫാമിലി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റാൻസിൽ വരുന്ന പോയറ്റിക് ഡിവൈസ് അനഫോറയാണ്. ഐ ആം ദ ഫയർ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ഹീറ്റ്, ഐ ആം എന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ, അതാണ് അനഫോറ. At me the children warm their hands, I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. At me the children warm their hands. അതൊരു അമ്മയുടെ കയ്യിൽ വന്നവർ ചൂട് പറ്റുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് ചൂട് പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഒരു സ്വാന്തനമാണ്, ഒരു സ്നേഹമാണ്. എപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും എന്തിനും അമ്മയുടെ ഒരു തലോടൽ, തണല്, അവർക്ക് എപ്പോഴും ആ അമ്മയുടെ കൈകളിൽ ഒരു വളരെ വാം ഫീലാണ് അവർക്ക്. എന്തിനും ഒരു ശക്തിയും ധൈര്യവുമാണ് അമ്മ. ഐ എം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ് എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് അമ്മ. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഐ ആം ദ ലൈറ്റ്. ഇവിടെ ദൈവം തന്നെയാണ് ഒരു അമ്മ, ഒരു ദൈവത്തിൻ്റെ കാണുന്ന രൂപം, അതാണ് അമ്മ. മാതാപിതാ ഗുരുദൈവം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. അപ്പം അമ്മയാണ് ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിനും വെളിച്ചം തെളിയിക്കുന്ന, പ്രകാശം പകരുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മ, ഒരു അമൂല്യമായ വ്യക്തിത്വം. Without me cold the hearthstone stands. അമ്മയില്ലാതെ അവിടെ ഒരു അടുപ്പുകല്ല് പുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഹെർത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് അടുപ്പുകല്ലാണ്. അടുപ്പുകല്ല് പുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ലെങ്കിൽ അവിടെ കുക്കിംഗ് നടക്കില്ല. മോർണിംഗ് തന്നെ ഏർലി മോർണിംഗ് എണീറ്റ് ആ വീട്ടിന് വേണ്ടതായിട്ടുള്ള എല്ലാ പാചകവും എല്ലാ കാര്യം ചെയ്യുന്ന അമ്മയാണല്ലേ. അപ്പം അമ്മയുണ്ടെങ്കിൽ ആണ് അവിടെ ഒരു പ്രധാനമായിട്ടുള്ള കുക്കിംഗ് ഇതൊക്കെ നടക്കണം. നമുക്ക് എന്നും ഡൈനൗട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം അമ്മ വേണം അവിടെ ഒരു തീ പുകയ്ക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പം ആ ഒരു ഫാമിലിയുടെ ഫുള്ള് ഹെൽത്ത് ഒക്കെ ഈ അമ്മയുടെ കൈകളിലാണ്. വെരി റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് ആ വ്യക്തി. Nor could the precious children thrive എന്ന് പറയുന്നത്, പ്രഷ്യസ് ചിൽഡ്രൻ എന്നാ പറയുന്നത്. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ആ കുഞ്ഞുങ്ങൾ അമ്മയില്ലാതെ സർവൈവ് ചെയ്യില്ല. അല്ലെങ്കിൽ അമ്മയുടെ പൊസിഷനിൽ അവിടെ ഒരു സ്ത്രീ ആ വീടിനകത്ത് അതിനെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ അവിടെ വളരെ അത്യാവശ്യമാണ്. അല്ലാതെ കുട്ടികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ ദുഷ്കരമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് കിടക്കാം. I am the twist that holds together the children in its sacred ring. They are not of love, from whose close tether no lost child goes a wandering. I am the twist that holds together. Twist എന്ന കെട്ട്, ഈ ബന്ധങ്ങളെയൊക്കെ ഒരു കെട്ടിട്ടിട്ട് ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്നത്. The children in its sacred ring, ഒരു വിശുദ്ധ വളയത്തിനുള്ളിൽ ഇവരെ നല്ല ടൈറ്റ് ചെയ്ത് ബോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. They're not of love from whose close tether. ആ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിട, ആ
സ്നേഹത്തിൻ്റെ കെട്ടിട്ടിട്ട് വളരെയധികം ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ ഫാമിലി മെമ്പേഴ്സിനെ. നമുക്കിനി നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകാം. ഓക്കെ. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to their bed. I am the house from floor to roof എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നില മുതൽ മുകൾ വരെ ആ വീടിൻ്റെ ഫുള്ള് സർവസ്വവും ഞാനാണ്. എൻ്റെ കയ്യിൽ കൂടിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്നത്. ഞാൻ അറിയാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ഒരു റോൾ അവിടെ അത്രമാത്രം ഒരു ലേഡിക്കുണ്ട്, ഒരു അമ്മയ്ക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ഡെക്ക് ദ വോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീന്മേശ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അതായത് അമ്മ വെച്ച് വിളമ്പുന്നു, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്തെല്ലാവർക്കും വിളമ്പി കൊടുത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം അത്രയും വലിയൊരു റോള് തന്നെ ഒരു അമ്മയ്ക്കുള്ളത് ഒരു ഫാമിലിയിൽ. ഐ സ്പിൻ ദ കർട്ടൻസ് വാപ്പ് ആൻഡ് വൂഫ്. ഇവിടെ വാപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത് നൂലിഴ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മളിങ്ങനെ നെയ്തെടുക്കുന്നതിന് പറയുന്നത്. അപ്പോൾ ഒരു കർട്ടനെ നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നെയ്തെടുക്കുന്നു, വീടിനെ അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ വ്യക്തിബന്ധങ്ങളെയും ആ വീടിനെയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വ്യക്തിയാണ് അമ്മ. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ദെയർ ബെഡ്. ഇവിടെ ഒരു അമ്മേനെയാണ്, സ്ത്രീനെയാണ് പറയണെന്ന് പറഞ്ഞാലും ഈ ലൈനിൽ പ്രകൃതിയിലും ഉണ്ട് അമ്മമാർ അല്ലേ. ഒരു അമ്മക്കിളി കുഞ്ഞിക്കിളീനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അവരുടെ ബെഡ്, ഉറങ്ങാനുള്ള ബെഡ്, അതിൻ്റെ തൂവൽ പൊഴിച്ചിട്ട് ആ തൂവൽ കൊണ്ട് അത്രയും ഒരു കോസി കംഫർട്ടായിട്ടുള്ള ഒരു ബെഡ് അതിന് ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു തള്ളക്കിളി. അതുപോലെ തന്നെ ഈ അമ്മയും കുഞ്ഞുങ്ങൾക്കുള്ള ബെഡൊക്കെ അലങ്കരിക്കുന്നു, നല്ലൊരു കോസിയായിട്ട് കംഫർട്ടായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടാനായിട്ട് ബെഡൊക്കെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള മീനിങ്ങുമുണ്ട്. അതോടൊപ്പം പ്രകൃതിയിലെ അമ്മയും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റാൻസ, വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസ. ഈ സ്റ്റാൻസിലെ ലാസ്റ്റ് 2 ലൈൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. നോക്കാം. ഐ എം ദയർ വാൾ എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദയർ ഡോർ എഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, ദോ whom a woman laid in a manger, take me not till the children grow. ഐ എം ദ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. എല്ലാ അപകടങ്ങളിൽ നിന്നും തടയായിട്ട് നിൽക്കുന്ന ഒരു വലിയ ശക്തി വോളാണ് അമ്മ. ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ഈ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് കൊടുങ്കാറ്റടിച്ചാലും മഞ്ഞ് പെയ്താലും എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനെയാണ് കാണിക്കുക. ഏത് ഈ ഹ്യൂമൻ ലൈഫിൽ നേരിടേണ്ടി വരുന്ന ഏതൊരു സാഹചര്യത്തിലും ഏതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലും ഈ അമ്മ വളരെ പ്രൊട്ടക്ഷൻ കൊടുത്തൊരു തടയായിട്ട് നല്ല രീതിയിൽ ഉപദേശം കൊടുക്കുമ്പോഴും സ്നേഹം കൊണ്ടും സാധനം കൊണ്ടും അവരെ ചേർത്ത് പിടിക്കുമ്പോഴും പല രീതിയിൽ ആ അമ്മ ആ കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നൊക്കെ പറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു വലിയ വാതിൽ പോലെ ശക്തിയായി നിൽക്കുന്നു. ദോ ഹും എ വുമൺ ലേഡ് ഇൻ എ മേഞ്ചർ. ഇവിടെ വുമൺ എന്ന് പറയുന്നത് ഗോഡ് മേരീനെയാണ്. ദോ ഇറ്റ്സ് ആൻ ഓൾഡ് ഇംഗ്ലീഷ്. ജീസസ് ക്രൈസ്റ്റ്, ഇൻഫൻറ്റ് ജീസസ് ഒരു പുൽത്തൊട്ടിൽ ജനിച്ച ആളാണ്. ബെത്ലഹേമിലെ പുൽത്തൊട്ടിൽ ജനിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ആ ജീസസ് ക്രൈസ്റ്റിനോടാണ് ഇവിടെ ലാസ്റ്റ് ലൈനിൽ അമ്മയുടെ ഒരു പ്രാർത്ഥന. ഈ ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റ് അതാണ്. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എന്നെ ഒരിക്കലും അങ്ങോട്ടേക്ക് വിളിച്ചേക്കരുത്, മരണത്തിലേക്ക് എന്നെ വിളിച്ചേക്കരുത്. എൻ്റെ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനോ അല്ലെങ്കിൽ പ്രായം തികയാനോ ഒരു പ്രായപൂർത്തിയാകുക, വിവേകവും വിവേചനമുള്ള ഒരു പ്രായം എത്തുന്നത് വരെ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ. ഓരോ അമ്മയുടെയും ഉള്ളിലെ മക്കളെക്കുറിച്ചുള്ള വലിയ വ്യാകുലതയും തേങ്ങലുമുണ്ട്. അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി, അമ്മയില്ലെങ്കിൽ അവരെ എങ്ങനെ വളരും, അമ്മയുടെ സപ്പോർട്ട് ഒരു പരിധി വരെ, ഒരു ഏജ് വരെ അവർക്ക് എന്തായാലും ആവശ്യമാണ്. ഓരോ അമ്മയും ഈ ഭൂമിയിലെ എല്ലാ വ്യക്തിബന്ധങ്ങളോടും ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ആ അവസാന നിമിഷത്തിലും അവരുടെ കണ്ണിൽ നിന്നും ഉതിരുന്ന ആ ലാസ്റ്റ് കണ്ണുനീർ തുള്ളിയിലും ഈ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ തേങ്ങലുകൾ ഉണ്ടാകും. അത് തീർച്ചയാണ്. അത്രയേറെ ഒരു അമ്മ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നുണ്ട്, സഹിക്കുന്നുണ്ട് അവർ ശാരീരികമായും മാനസികമായും.
അവരുടെ ജീവിതത്തിൻ്റെ വലിയ നല്ലൊരു ഭാഗം ആ ഫാമിലിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നുണ്ട്, ത്യാഗം ചെയ്യുന്നുണ്ട്, പലതും ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കുന്നുണ്ട്. വലിയൊരു സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിരൂപം തന്നെ തന്നെയാണ് ഒരു അമ്മ. അമ്മ എന്നാൽ ഒരു വലിയ പോരാളി തന്നെ തന്നെയാണ്. ഈ പോം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ സ്ത്രീകളെയും, എല്ലാ അമ്മമാരെയും ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. കാരണം സ്ത്രീയായി പിറന്നത് കൊണ്ട് മാത്രം തന്നെ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും, അവർ ചൂഷണം ചെയ്യപ്പെടുന്നു, സമൂഹത്തിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടൊരു വില ഫാമിലിയിലൊന്നും കിട്ടാത്ത അവരുടെ കുറേ അപമാനങ്ങളും വേദനകളും ത്യാഗങ്ങളും അതൊരിക്കലും ഒരു അതർ ജെൻഡറിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് സ്ത്രീയായി ജനിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഐ റെസ്പെക്റ്റ് വുമൺ. നിങ്ങൾ ആ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ടും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും മാനേജ് ചെയ്തും ശക്തി ആർജിച്ചും മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ സ്ത്രീയിലും ഒരു ഇന്ദിരാഗാന്ധിയും ഒരു ഝാൻസി റാണിയും ഒരു ഫൂലൻ ദേവിയും ഉണ്ട്. ഇത് അവർ ആ ഇതിലേക്ക് വരുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദെയർ ബ്യൂട്ടി കമ്മ്യൂണിറ്റി, ബട്ട് ഇറ്റ് ബിലോങ്സ് ടു ദെയർ എക്സ്പോഷർ, എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ്. Woman is the symbol of survivor, love, care, fighter, etc. etc. ഞാൻ ഈ വീഡിയോ എല്ലാ അമ്മമാർക്കും, എല്ലാ സ്ത്രീകൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈസ്റ്റർ ആണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉയർപ്പ് തിരുനാളാണ്. ജീസസ് ക്രൈസ്റ്റിനെ ക്രൂശിൽ തറച്ച് പീഡകളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ കൊന്നു. അത് കഴിഞ്ഞ് 3-ാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കാണ്. എങ്ങനെ പാപത്തിനെയും തിന്മയെയും തോൽപ്പിച്ച് ഇന്നും നമ്മുടെ ഇടയിൽ ജീസസ് ക്രൈസ്റ്റ് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മ തിരുനാളാണ് ഈസ്റ്റർ. ഈ ലോകമെമ്പാടുമുള്ള ജീസസ് ക്രൈസ്റ്റിനെ സ്നേഹിക്കുന്നവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. അത് വളരെ ഒരു പുണ്യദിനമായിട്ട് കാണുന്നു. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ലിറ്റിൽ സ്വീറ്റ് ഹാർട്ട്, ഹാപ്പി ഈസ്റ്റർ. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, വളരെ യൂസ്ഫുള്ളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കോമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. ബൈ ബൈ.